എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ആരെ നോക്കിയിരിക്കുവാന്നറിയാമോ? നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടി അയച്ചിട്ടുണ്ടേ, അത് ഇന്ന് വരുമെന്നാന്ന് പറഞ്ഞേ. അത് നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ നേരമായിട്ട് കാണുന്നില്ല, എന്തോ ചെയ്യുക. വന്നല്ലോ പെട്ടി വന്നല്ലോ. ഞങ്ങളുടെ പെട്ടി വന്നല്ലോ. പൊട്ടിക്കടാ പൊട്ടിക്കടാ. നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടുകാരയച്ച പെട്ടി കിട്ടിയിട്ടുണ്ട്. പുറത്ത് കിടക്കുമായിരുന്നു, മഴയായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പം കണ്ടു, എന്തോ ഭാഗ്യം. ഞാൻ അടുത്തോണ്ട് വന്നു. അകത്തെ ഒന്നും നനഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ വരും, നമുക്കത് പൊട്ടിക്കാം. പെട്ടി പൊട്ടിക്കുന്നോ? പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്നപ്പം അവർ വിളിക്കാത്ത വിചാരിച്ച് അവർ പെട്ടി കൊണ്ട് വെച്ചിട്ട് പോയി. പുറത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പെട്ടി അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞു. ആരോട് പറയാൻ. കുഴപ്പമില്ല, അകത്തെയൊന്നും നനഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കോട്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊടുത്തു വിട്ടതെന്ന് നമുക്ക് കാണാം. ഓക്കെയല്ലോ? ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഡ്രസ്സുകൾ ആദ്യം ഡ്രസ്സ് മാറ്റിക്കോ. ഉടുപ്പാണ്, ബ്രേക്കുള്ള ഉടുപ്പുകളാണ്. പിങ്ക് ഉണ്ടല്ലോ. അച്ചാറൊന്നും പറ്റിയിട്ടുണ്ട്. കവറിനകത്താണ്, കുഴപ്പമില്ല. ആവി പിടിക്കുന്ന മെഷീൻ എത്തിയിട്ടുണ്ട്. ആവി പിടിക്കുന്ന മെഷീനല്ല, സ്റ്റീമർ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പ്ലേറ്റിലോട്ടേ അച്ചാർ പറ്റിയ ആക്കിയില്ല. അച്ചാർ താഴെ ഇരിക്കുന്ന അച്ചാർ, ഏതോ ഒരു അച്ചാർ ലീക്ക് ആയിട്ടുണ്ട് ഗായ്സ്. കാണിച്ചേ. അല്ല, ഇത് അച്ചാറല്ല, ഇത് പലഹാരത്തിൽ ഇതാണെന്ന് തോന്നുന്നു. ഇത് അച്ചാർ. ഇതാ. ഈ സാധനം മാത്രം നമുക്ക് മാറ്റി വെക്കാം. ഒരു പേപ്പർ ഇങ്ങനെ എടുക്കുമോ? ഇങ്ങോട്ട് വെക്കാം. രണ്ട് സെറ്റായിട്ട് വെക്കട്ടെ, ഇല്ലെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആവും. ലീക്കാവുന്ന ഉറപ്പായിരുന്നു. ഹൈ 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 ഹൈ. ഇനി നമ്മുടെ വെട്ടേക്ക് പോലത്തെ ചിപ്സ് ഇല്ലേ, ആ സാധനം ഇല്ലേ, അതോ മുറുക്ക്. അങ്ങനെ രണ്ടെണ്ണം മുറുക്കിട്ട് വരും. ടാറ്റോ. പിന്നെ കുറച്ച് നാടൻ മുട്ടായി, അതിനകത്ത് മാക്രോണി ഒക്കെ ഉണ്ട്, അത് ഇഷ്ടപ്പെട്ട്. ഇതിനകത്ത് നമ്മുടെ കപ്പലണ്ടി മിഠായി, അങ്ങനെ മറ്റേ മിച്ചർ മുട്ടായി ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു പെട്ടി. കൊള്ളാം. അങ്ങോട്ടേക്ക് വെച്ചിട്ട് അടുത്ത അച്ചാർ ലീക്ക് വന്നിട്ടുണ്ട്. വീട്ടുകാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്, എങ്ങനെ പാക്ക് ചെയ്യണമെന്ന്. അവള് പറയാം മോശമാണ്. പുളിമുട്ടായി കണ്ടപ്പോഴേ തിന്നുന്നു ഗൈസ്, പുളിമുട്ടായി. ഇപ്പൊ ഇതിന്റെയൊക്കെ മാറിയില്ല, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു മിഠായി. ഇപ്പം ബ്രാൻഡൊക്കെ മാറി. എന്റെ മറ്റേ ഞങ്ങളുടെ നാട്ടിൽ പഞ്ചാര മുട്ടായി, നിങ്ങളുള്ളതോ തേൻ മുട്ടായി. ഇതൊന്നേ ഉള്ളോ? അതിനകത്ത് എന്തോ മൊത്തം പുളിമുട്ടയെ അത് ഇടാക്കട്ടെ.
ടാറ്റു വരുന്നുണ്ട്. അതിനകത്തിടാനാണോ പൊട്ടിച്ച്? അത് ഇട്ടിട്ട് അതവിടെ വെക്ക്. വെച്ചോ. പ്രിയപ്പെട്ട പ്ലം കേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ചീട എങ്ങനെയല്ലേ പറയുന്നത്? ചീടയും പിന്നെ ഉപ്പേരി. നിങ്ങളോട് എന്താ പറയുന്നത്? നിങ്ങളോട് എന്താ പറയുന്നത്? ഗൈസ്, പ്ലം കേക്ക് പ്ലം ആയി ഗൈസ്. പ്ലക്കായി. ആരാണ്ട് പിടിച്ച് പ്ലക്ക് ചെയ്ത് ഗൈസ്. കറക്റ്റ് പേരാട്ടോ, പ്ലക്ക്. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ. വിഘ്നേഷ് വന്നിട്ടുണ്ട്. പോർട്ടെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടവടകൾ, പക്കുവടകൾ, പരിപ്പുവടകൾ, പഴപൊരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. പൊടിഞ്ഞു പോയതെല്ലാം ടാറ്റുവിന് കൊടുക്കാനാണ് അവൻ പറയുന്നത്. അവനത് കവറിൻ്റെ സൗണ്ടും പൊടിയുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്നത്. പിന്നെ കുഴലപ്പം, പിന്നെ ഒരു മറ്റേ എരിവില്ലാത്ത മിച്ചർ അല്ലേ, പാവയ്ക്ക കൊണ്ടായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ അവലോസുണ്ട്, ഒരു പൊടിയാത്തൊരു അവലോസുണ്ട് കിട്ടിയിട്ടുണ്ട്. ചക്ക ഉണക്കിയത്, നമ്മൾ ചക്ക ഉണക്കിയത് നമുക്ക് ചക്ക വേവിക്കാം അല്ലേ. ചക്ക ഉണക്കിയതുണ്ട്, ഫ്രിഡ്ജ് വെക്കാം. അടുത്ത ലീക്കുണ്ട്. പിന്നെയും നമ്മളെ മിക്സർ. ഇതിപ്പോൾ ഒരു കടയിലോട്ട് കൊടുക്കാൻ ഇവിടുത്തെ മലയാളി കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് മമ്മി തന്നു വിട്ട പൊടിയാണെന്ന് തോന്നുന്നു. കുരുമുളക് പൊടി. അത് കുരുമുളക് പൊടി അല്ല. ആണോ? അല്ല, ഇത് കൊറേ നട്ട്സ് ഒക്കെ പൊടിച്ചല്ലോ. ഇത് ആയുർവേദിക് എന്തോ പൊടി. ആയുർവേദിക് പൊടി അല്ല, അല്ലാതെന്തോ പൊടി. പിന്നെ മുറുക്ക്. അതെന്റെ മുറുക്ക. അറിയോ? ഞാൻ പറഞ്ഞു ആ മുറുക്കും ഞാൻ അരിമുറുക്ക് അരിമുറുക്ക് അവള് പറഞ്ഞു കൊടുത്ത മുറുക്ക്.
എന്ന് പറയുന്നു. പിന്നെ പെട്ടി കണ്ടാലും ഒത്തിരി വട്ട. ഇത് മറ്റേ എന്താ മലബാർ മിഠായി എന്ന് പറയുന്ന സാധനമാണോ? ആണോ ഇത്? ഇത് കപ്പയല്ലേ? മലബാർ മിഠായി പിന്നെ തിന്നണോ? പിന്നെയും പൊടിഞ്ഞിട്ടിട്ടുണ്ട്. എന്താ അങ്ങനെ എന്തോ സാധന പണ്ട് എന്റെ ഹോസ്റ്റലില് ജോസിനെ കൊണ്ടുവരുമായിരുന്നു. അവരെ കളിപ്പെരുന്നാളായിരുന്നു. അത് മധുരസേവാ. ഇതല്ല, ഈ കളറല്ല. മധുരസേന കുറച്ചുകൂടെ ലൈറ്റ് കളറാ. മുമ്പ് മധുരമുള്ള സാധനം ചക്കാരൊക്കെ അതല്ല. ഇത് പറഞ്ഞായിരിക്കും അല്ലേ? അത് അച്ചാറാ. അറിയില്ല. 4 അച്ചാർ. അച്ചാറ കമ്പനിയാ. 5-6 കമ്പനിയാ. എന്നിട്ട് ഒരെണ്ണല്ലോ. 5-6 അച്ചാറ കമ്പനി. നല്ല രുചി കാണും അല്ലേ? പിന്നെ ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ദേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല നാവ്. ഇപ്രാവശ്യം പെട്ടി അയച്ച് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്. ഈ ഫുട്ബോൾ കളി കാണുമ്പം ഇരുന്ന് തിന്നാൻ നല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ച്, പിന്നെ ചിപ്സ് എല്ലാം ഒരു ഒറ്റ ഇതിനകത്ത് ആക്കി. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഓരോന്നായിട്ടെടുത്ത് പൊട്ടിച്ച് വയ്ക്കാം. ഔട്ട് ദിവസം പിടിച്ചോണ്ടിരിക്കുന്ന ഇങ്ങോട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ. താങ്ക് യു. ഇത്രയാണ് അടുക്കി പറക്കാൻ വന്നിട്ട്. ടാറ്റോ വെച്ചില്ലേ? ടാറ്റ പറ. ബൈ.